ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഷവർമയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 400 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ എടുത്തു വെച്ചതാണ്. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ, 1/2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് അതിലേക്ക് നോക്കാം. ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വരെ ഇതുപോലെ വെച്ചിരിക്കണം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാനിവിടെ ഒരു കക്കിരി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കക്കിരിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി, അതായത് സിർക്ക ചേർത്ത് കൊടുക്കാം. അത്രയും അളവിൽ തന്നെ വെള്ളവും ചേർക്കാം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോഴേക്ക് ഇത് നല്ല ഉപ്പിലിട്ട കക്കിരിയായിട്ട് മാറും. ഈ ഉപ്പിലിട്ട കക്കിരി ഷവർമയിൽ ചേർക്കുകയാണെങ്കിൽ ഷവർമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കക്കിരി മാത്രമല്ല, ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് ഷവർമയിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടണമെങ്കിൽ 1-2 ദിവസം എടുക്കും. ഈ കുക്കുംബർ ആകുമ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പിക്കിളായിട്ട് കിട്ടും. നമുക്കിതിവിടെ അടച്ചു വെക്കാം. നമ്മൾ ചിക്കൻ മസാല പുരട്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി മസാല പുരട്ടിയ ചിക്കൻ ഈ പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ മുഴുവൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ചിക്കൻ്റെ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് പാനിൽ നിന്നും മാറ്റാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ തൈരൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഇതിരിക്കുക. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിക്കനിൽ എല്ലുണ്ടെങ്കിൽ എല്ലെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്യണം. ഞാനിതിവിടെ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച കക്കിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് കളയണം. ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം. അതിനുവേണ്ടി ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പോളം കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഒരു 1/2 കപ്പ് വരെ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. 1/2 കപ്പ് വരെ തന്നെ തക്കാളി അരിഞ്ഞതും ചേർക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്, ഇഷ്ടമുള്ളതുപോലെ അരിയാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വരെ പാഴ്സ്ലി ലീവ്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതില്ലെങ്കിൽ ലെറ്റൂസ് ചേർത്താലും മതിയാവും. നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെച്ച കക്കിരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ള കൊണ്ട് ഗാർലിക് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗാർലിക് സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് സോസ് ബൈ കണ്ണൂർ കിച്ചൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കിട്ടും. കൂടാതെ ഷവർമ ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയുടെ കൂടെയും ഞാനിത് കാണിച്ചിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൂടി കൊടുക്കാം. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മയോണൈസും ചേർക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഷവർമയിൽ കൂടുതൽ ടേസ്റ്റ് ഗാർലിക് സോസ് തന്നെയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാനിവിടെ 5-8 പീസ് കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കുബൂസാണ്. ഇത് ഇതുപോലെ നടുവിൽ നിന്നും കീറി ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കാം. മുഴുവൻ കീറരുത്, ഒരു പകുതി വരെ കീറിയിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഗാർലിക് സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കീറിയെടുത്തതിൻ്റെ ഉള്ളിലായിട്ട് വേണം ഈ ഗാർലിക് സോസ് പുരട്ടി കൊടുക്കാൻ. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷവർമ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-6 പീസ് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുക. ഇനി നമുക്കിതൊരു സാൻഡ്വിച്ച് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് പേപ്പർ മുഴുവനായിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാം. ഞാനിതിൻ്റെ നടുവിൽ മാത്രം ചെറിയ പീസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം ഈ പേപ്പറിൻ്റെ മുകളിലായിട്ട്. അങ്ങനെ ആകുമ്പോൾ പേപ്പർ ഇളകാതെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ ഒരു ഷവർമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഷവർമ മുഴുവനായിട്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഷവർമ റെസിപ്പി നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്